നമസ്കാരം. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഇംപ്രൂവ് ആയതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റുകളിലുടനീളം ഒരു പോസിറ്റിവിറ്റി പ്രകടമാണ്. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 0.58% ഉയരുകയും 25,966 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ പോസിറ്റീവായി തുടരുന്നതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് സുദീപ് ഫാർമ. സുദീപ് ഫാർമയുടെ Q2 റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 6% ഇടിയുകയും എബിറ്റ 12% ഇടിയുകയും ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 48.8 കോടിയിൽ നിന്നും 45.8 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ എബിറ്റ 12.6% ഇടിഞ്ഞ് 63 കോടിയിൽ നിന്നും 55 കോടിയിലേക്ക് എത്തി. അതേസമയം കമ്പനിയുടെ റവന്യൂ 9.3% വർദ്ധിച്ച് 148 കോടിയിൽ നിന്നും 162 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാർജിൻ 34% നിന്നും 42% ഇംപ്രൂവ് ആവുകയും ചെയ്തു. രണ്ടാമത്തെ അപ്ഡേറ്റ് വാരി എനർജിയുമായി ബന്ധപ്പെട്ടതാണ്. വാരി എനർജി യുണൈറ്റഡ് സോളാർ ഹോൾഡിംഗ്സിൻ്റെ 53.7 ലക്ഷം ഷെയറുകൾ $30 ബില്യൺ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് വാരി എനർജി എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ക്രോസ് എന്ന കമ്പനി ട്രെയിലർ സെഗ്മെൻറ്റിൽ പുതിയ ട്രിപ്പിംഗ് ജാക്സ് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രോസ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. 25 മില്യൺ യൂറോയുടെ എൻ്റർപ്രൈസസ് വാല്യൂ ഉള്ള സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയായ നോവാബെ എന്ന കമ്പനിയെ ടാറ്റ കെമിക്കൽസ് അക്വയർ ചെയ്തതുകൊണ്ട് ഇന്ന് ടാറ്റ കെമിക്കൽ എന്ന സ്റ്റോക്കിലും മൊമെൻറ്റം പ്രതീക്ഷിക്കാം. സന്തൂർ മാഗ്നീസ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ 14% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയും പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് 18.19% ഉയർത്തുകയും ചെയ്തതുകൊണ്ട് സന്തൂർ മാഗ്നീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കൂടാതെ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് എന്ന കമ്പനി സൗത്ത് കൊറിയൻ വെസൽ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ നിന്നും ഒരു വെസൽ അക്വയർ ചെയ്തതുകൊണ്ട് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. സോമ ടെക്സ്റ്റൈൽസ് എന്ന കമ്പനിക്ക് റോഡ്വേ സൊല്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും 281 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട ഓർഡർ ലഭിച്ചതുകൊണ്ട് സോമ ടെക്സ്റ്റൈൽസ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. കിംസ് അല്ലെങ്കിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സർവജീന ഹെൽത്ത് കെയറിൻ്റെ 6% സ്റ്റേക്കുകൾ 148 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. മെഗാസോഫ്റ്റ് എന്ന കമ്പനി സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റം എന്ന കമ്പനിയുമായി മെർജ് ചെയ്യുന്നതിന് വേണ്ടി NCLTയുടെ സൈഡിൽ നിന്നും ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെഗാസോഫ്റ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. റിന്യൂവബിൾ എനർജി സെക്ടറിൽ MV ഫോട്ടോവോൾട്ടായിക് പവർ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. 2.5 GW ശേഷിയുള്ള സോളാർ മൊഡ്യൂൾ ലൈൻ ഫാക്ടറിയിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് MV ഫോട്ടോവോൾട്ടായിക് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. കൂടാതെ PVR അയണോക്സ് ലഡാക്ക് തുടങ്ങിയ ടെറിട്ടറികളിൽ 2 സ്ക്രീൻ മൾട്ടിപ്ലക്സ് ഫ്രാഞ്ചൈസി ബേസ്ഡ് മോഡലിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഗവൺമെൻറ് OFS കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ 2.17% സ്റ്റേക്കുകൾ ഇന്ന് സെൽ ചെയ്തേക്കും. ഇതുവഴി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 92.44% കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഇന്ത്യയിലെ ഫസ്റ്റ് ഡ്രൈവർലെസ് ട്രെയിൻ സെറ്റ് കമ്പനി മാനുഫാക്ചർ ചെയ്യുകയും ഇത് ഗുജറാത്ത് അഹമ്മദാബാദ് മെട്രോ റെയിൽ കോർപ്പറേഷനിൽ ട്രയൽ റൺ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടിറ്റഗാർ റെയിൽ സിസ്റ്റം എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ജൂപ്പിറ്റർ വാഗൺ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ 28 ലക്ഷം ഷെയറുകൾ 135 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്ത് പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് 18.6% നിന്നും 19.24% ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.